ഹായ് ഹലോ കാറ്റത്ത് കിളിക്കൂടിൻ്റെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഹരീഷ് അവിടെ ഇല്ലാത്ത തക്കം നോക്കി നീതുവിനെ തൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാനുള്ള ഒരു അടവിലേക്ക് എത്താണ് നീതുവിൻ്റെ ചേട്ടൻ. അങ്ങനെ അവൾ എങ്ങനെയെങ്കിലും അമ്പലത്തിലെത്തിക്കണം. അവളുടെ അച്ഛനും അമ്മയും നീതുവായിട്ട് അമ്പലത്തിലേക്ക് പോകുന്നുണ്ട്. ഈ സമയം അവിടെ അവളുടെ ചെറുക്കനും താലികെട്ടിനുള്ള എല്ലാ കാര്യങ്ങളും ഒരുങ്ങാട്ടോ. അങ്ങനെ ഓട്ടോ ഇറങ്ങിയ നീതു അച്ഛനോടും അമ്മയോടും ചോദിക്കുന്നുണ്ട്, എന്താ പതിവില്ലാതെ എന്നെയും കൂട്ടിയിട്ട് അമ്പലത്തിലേക്ക്? ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് വന്നിട്ട് ഒരുപാട് കാലമായല്ലോ. എന്താ അമ്പലത്തിലേക്ക് വരാനും നിനക്ക് മടിയാണോ? അങ്ങനെയല്ല, എന്തെങ്കിലും കെണിയുണ്ടോ എന്ന് ചോദിച്ചതാണ്. നിങ്ങൾ എനിക്ക് അത്രയ്ക്ക് വിശ്വാസമുള്ളൂ. നീ മര്യാദയ്ക്ക് വന്ന് തൊഴുതേ എന്ന് പറഞ്ഞ് അമ്പലത്തിനുള്ളിലേക്ക് കയറി പോവാണ്. ഈ സമയം നീതുവിൻ്റെ ചേട്ടനും ആ കൂട്ടുകാരനുമായിട്ട് എല്ലാം പറഞ്ഞ് ഉറപ്പിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ നീതുവിൻ്റെ ചേട്ടനെയും അമ്പലത്തിൽ കാണുമ്പോൾ നീതുവിന് സംശയമാവാം. അല്ല, ഇവനെന്താ ഇവിടെ? ഇവിടെ എല്ലാവർക്കും വരാമല്ലോ അമ്പലത്തിലേക്ക്, ഇന്ന ആൾക്ക് വരാമെന്ന് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം, അതുകൊണ്ടാണ് ഞാൻ വന്നത് എന്ന് നീതുവിൻ്റെ ചേട്ടൻ പറയുന്നുണ്ട്. അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടത്തിയ ആ സ്ഥലത്തേക്ക് നീതുവിനെയും കൂട്ടിക്കൊണ്ട് പോവാട്ടോ. അങ്ങനെ നീതു അവരോടത്ത് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നീതു ചോദിക്കും എവിടെയാ പെണ്ണെന്ന്. അപ്പോൾ അവരിങ്ങനെ ചിരിക്കാണ്. നീതു തന്നെയാണ് പെണ്ണെന്ന് നീതു അപ്പോഴും അറിയുന്നില്ല. അങ്ങനെ എന്തിനാ ചിരിക്കുന്നത്? ഇവളോട് കാര്യങ്ങൾ പറയണ്ടേ? എന്തായാലും വാ നീതു എന്നും പറഞ്ഞുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും അവളുടെ ചേട്ടനും കൂടെ അപ്പുറത്തേക്ക് മാറാട്ടോ. നമ്മളിങ്ങോട്ട് വന്നത് അവൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണം കൂടാനാ. അതിനെന്തിനാ എല്ലാവരും കൂടെ എന്നെ ഇങ്ങോട്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുന്നത്? അല്ല, നീയാണ് അവൻ്റെ കല്യാണപ്പെണ്ണ്. ഞാനോ? ഞാൻ എത്രയോ പ്രാവശ്യം പറഞ്ഞു ഞാൻ ഹരീഷിനെ പ്രണയിക്കുന്നെന്ന്. അവനെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കുള്ളൂ. നിങ്ങളെന്താ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പിടിച്ച് വിവാഹം കഴിപ്പിക്കാനാണോ നിങ്ങളുടെ പ്ലാന്? അങ്ങനെയാണെങ്കിൽ ഞാനാ പോലീസിനെ വിളിക്കണമെന്ന് ചോദിച്ച് ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ആ സമയം അവളുടെ ചേട്ടനെ ഫോൺ പിടിച്ച് വാങ്ങാണ്. അതേടി, നീ വിളിക്കടി, നിൻ്റെ വിവാഹം നടത്താനാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. നിൻ്റെ വിവാഹം നടത്തി തന്നെ ചെയ്യും. എന്നെ അങ്ങനെ വിവാഹം നടത്താൻ പറ്റില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഹരീഷിനെ മാത്രമേ വിവാഹം കഴിക്കൂ. അവൻ്റെ വീട്ടിൽ നിർത്താത്തതേ അവൻ്റെ ചേട്ടൻ്റെ വിവാഹം കഴിയാത്തോണ്ടാ അന്ന് അവരൊക്കെ എന്നോട് വിവാഹം കഴിക്കാൻ പറഞ്ഞതാ. ഹരീഷിൻ്റെ നല്ല മനസ്സുകൊണ്ടാ അന്ന് വിവാഹം കഴിക്കാതെ എന്നെ വീട്ടിൽ തന്നെ ആക്കിയത്. അങ്ങനെ ഈ ഒരു ചേട്ടൻ്റെ ഫ്രണ്ടുമായിട്ട് ചെറുക്കനുമായിട്ട് ഇത് സംസാരിക്കുന്നത് നിങ്ങൾക്ക് എന്താ വട്ടുണ്ടോ? പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഞാൻ ഒരാളെ സ്നേഹിക്കുന്നത് ഹരീഷിനെ ഈ ജന്മം മുഴുവൻ അവനെ മാത്രമേ ഞാൻ സ്നേഹിക്കൂ, അവനെ വിവാഹം കഴിക്കൂ. നിങ്ങൾക്ക് നാണമില്ലെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ. അതൊക്കെ കുറച്ച് ദിവസം കഴിയുമ്പോൾ അവൾ മറന്നോളും. ആദ്യമൊക്കെ പെണ്ണുങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പറയുക. അവളുടെ അമ്മ പറയാട്ടോ. അങ്ങനെ പിടിച്ചിരുത്തി നീതുവിനെ വിവാഹം കഴിപ്പിക്കുക. ഈ സമയം അവിടെ കുടുംബക്ഷേത്രത്തിൽ അവരെല്ലാവരും സുധീഷുമായിട്ട് ശൂലപ്രദക്ഷിണൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ വെളിച്ചപ്പാട് ഇങ്ങനെ തുള്ളിക്കൊണ്ട് പറയാണ്, നിങ്ങളുടെ വീട്ടിലെ വിവാഹങ്ങളൊക്കെ നടക്കും, വിവാഹ തടസ്സങ്ങളെല്ലാം മാറും എന്നൊക്കെ പറഞ്ഞ് സുധീഷിൻ്റെ നേർക്ക് പൂക്കൾ വിതറുന്നുണ്ട്. അതിലൊരു പൂവ് ചെന്നിട്ട് പോകുന്നത് ചാന്ദിനിയുടെ അടുത്താട്ടോ. അങ്ങനെ ചാന്ദിനിയും സുധീഷ് ഏകദേശം സെറ്റായി വരികയാണല്ലോ. അതിന് ശേഷമാണ് ഈ ഒരു സ്ത്രീകൾക്കായിട്ടുള്ള മറ്റൊരു വഴിപാടും അവിടെ നടക്കുന്നുണ്ട്. അതിൽ നിധിയും അതുപോലെ തന്നെ സുനന്ദയൊക്കെ ആ ഒരു വഴിപാട് ചെയ്യുന്നുണ്ട് കേട്ടോ. കയ്യിലിങ്ങനെ തീയുള്ള ഒരു കുടം വെച്ചുകൊണ്ടാണ് അവരിങ്ങനെ പോവാണ്. അങ്ങനെ കൈയെല്ലാം പൊള്ളിയിട്ടുണ്ടാവും നിധിയുടെ. സുധീഷാണെങ്കിലും അല്ലേ വീട്ടിൽ നടന്ന് ഐസ് ക്യൂബ് ഉണ്ടെന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് അവനക്ക് കുറച്ച് ഐസ് ക്യൂബ് കിട്ടാണ്. അമ്പലത്തിലേക്ക് ഓടി വന്ന് നിധിയുടെ കയ്യിൽ അത് വെച്ച് കൊടുക്കുന്നുണ്ട്. അന്നേരം നിധി ചോദിക്കും, ഇത് എവിടെ നിന്ന് കിട്ടി? കടകളിലൊന്നും ഇല്ലെന്നല്ലേ പറഞ്ഞത്? ഇത് ഞാൻ വീട്ടിൽ നിന്ന് ചോദിച്ച് വാങ്ങിയതാ. സുധീഷിൻ്റെ സ്നേഹവും അവൻ്റെ ആ വെപ്രാളവും ആദ്യമെല്ലാം കാണുമ്പോൾ തന്നെ അവൾ ടെൻഷനോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. തന്നെയുള്ള സ്നേഹമാണെന്ന് നിധിക്ക് ആ നോട്ടത്തിൽ തന്നെ മനസ്സിലാവൂട്ടോ. ഈ സമയം ഇവിടെയാണെങ്കിലോ അമ്പലത്തിൽ താലികെട്ട. അങ്ങനെ കുടുംബക്കാരൊക്കെ ആ സമയത്ത് അവിടേക്ക് വരൂട്ടോ. അവരൊക്കെ എന്നെ മറിഞ്ഞ് നിൽക്കായിരിക്കും. നീതു പറയും, എനിക്ക് ഈ വിവാഹത്തിന് ഇഷ്ടമല്ല, ഇവരെല്ലാവരും കൂടെ നിർബന്ധിച്ച് എന്നെ ഈ വിവാഹം കഴിപ്പിക്കുക, എനിക്ക് വേണ്ട എന്നൊക്കെ പറഞ്ഞ് അവളിങ്ങനെ കുതിരി മാറാൻ നിൽക്കുന്നുണ്ട്. അവളെ അമ്മ അവിടെ അങ്ങ് പിടിച്ച് നിർത്തുകയാണ്. ആ പിടിച്ച് നിർത്തുന്ന സമയത്തിന് അങ്ങനെ ആ ഒരു വിവാഹത്തിനുള്ള ചടങ്ങുകളെല്ലാം തുടങ്ങുന്നുണ്ട് കേട്ടോ. പരസ്പരം മാല അണിയിക്കുമ്പോൾ നീതു സമ്മതിക്കുന്നില്ല. നീതുവിൻ്റെ കഴുത്തിലേക്ക് സ്വയം മാല ഇട്ട് കൊടുക്കുകയാണ് അവളുടെ അമ്മ. അങ്ങനെ അവർ താലി കെട്ടാൻ നിൽക്കുന്ന സമയത്ത് താലി ഇങ്ങനെ കഴുത്തിൽ കെട്ടിയില്ല. ആ ഒരു കഴുത്തിൽ കെട്ടാനാണ് ആ സമയത്ത് നീതു ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്ന് പറയുക. അതോടുകൂടി ആ താലി കെട്ടാൻ വന്ന കൈകളിൽ നിന്ന് നിശ്ചലമാകുന്നുണ്ട്. അതെ, ഞാൻ 2 മാസം പ്രഗ്നൻ്റ് ആണ്. നിങ്ങൾക്കെന്താ മനസ്സിലാവില്ലേ? മറ്റൊരുത്തൻ്റെ കുഞ്ഞിനെ വയറ്റിലിട്ടുകൊണ്ട് എനിക്ക് ഇവൻ്റെ ഭാര്യയാവാൻ പറ്റില്ല. ഒടുവിലെ അവസാന നിമിഷമാണ് കേട്ടോ നീതു പ്രഗ്നൻ്റ് ആണ് എന്ന കാര്യം പറയുന്നത്.
സത്യത്തിൽ നീതു പ്രഗ്നൻ്റ് ഒന്നുമല്ല. ഈ വിവാഹം നടക്കാൻ വേണ്ടി അവളിറക്കിയ വെറും ഒരു നാടകം മാത്രമായിരിക്കും. എന്നിട്ട് അവളവിടെ നിന്ന് ഓടിപ്പോകുന്നുണ്ട്. വീട്ടിലെത്തിയ അവളെ ഒരുപാട് തല്ലുന്നുണ്ട്. എടി മഹാഭാബി, നീ എപ്പോഴാടി പ്രഗ്നൻ്റ് ആയത്? ഒരു നിമിഷം ഇങ്ങോട്ട് നിൽക്കരുത്, അവൻ്റെ വീട്ടിലേക്ക് പോയിക്കോ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ നീതു അപ്പോഴും സത്യം പറയുന്നൊന്നുമില്ല കേട്ടോ. എല്ലാവരും എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് നീതു ആ വീടിൻ്റെ പടിക്കലുണ്ടാവും. പ്രഗ്നൻ്റ് ആയ മകളെ വീട്ടിൽ നിർത്താനും അവരൊരിക്കും അല്ലായിരിക്കും. എന്തായാലും നീതുവിൻ്റെ ഗർഭിണിയാണെന്നുള്ള അതൊക്കെ ആളുകളൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴൊക്കെ വീണ്ടും കിളിക്കൂടുന്നൊരു ഇത് വരാം കേട്ടോ. എല്ലാവരും പരിഹാസത്തോടെ നോക്കുകയാണ്. എല്ലാവരും ഒരു മോശപ്പെട്ട ആളുകളായിട്ട് ചിത്രീകരിക്കുകയാണ്. നീതു ഈ വിവാഹത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് അങ്ങനെ പറഞ്ഞെങ്കിലും ഹരീഷും അതുപോലെ നിധിക്കും സുഭാഷും സുധീഷൊക്കെ വല്ലാതെ ആവാട്ടോ. പിന്നീട് അവരുടെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താം എന്നൊരു രീതിയിലേക്ക് എത്താണ്. അങ്ങനെ ഹരീഷിൻ്റെയും നീതുവിൻ്റെയും വിവാഹം നടത്തുന്നുണ്ട്. അതിന് ശേഷമാട്ടോ സുഭാഷിൻ്റെയും ചാന്ദിനിയുടെയും വിവാഹമൊക്കെ നടക്കുന്നത്. എന്നാൽ ഇതിനിടയിൽ നമ്മുടെ സുധീഷും നിധിയും സെറ്റാവുന്ന ആ ഒരു അടിപൊളി എപ്പിസോഡൊക്കെ പിന്നീട് വരുന്നത്.